നടി ഹണി റോസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിന് രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ധൃതി പിടിച്ച് നീക്കം വേണ്ടെന്ന നിലപാടിലാണ് പോലീസ്. കേസിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെതിരെയുള്ള പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനുള്ള സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് പോലീസിന്റെ നിലപാട്. അതേസമയം ഹണി റോസിന്റെ പരാതിയിൽ കാക്കനാട് ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നാളെ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ കേസിൽ ഹണി റോസിന്റെ പരാതിയിൽ നിലവിൽ രാഹുൽ ഈശ്വറിനെതിരെ തിടുക്കപ്പെട്ടൊരു നീക്കം വേണ്ട, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അറസ്റ്റോ മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് തന്നെയാണോ പോലീസിന്റെ തീരുമാനം? അത് ടോം, ഈ കേസിൽ ഒരു സമൂഹ മാധ്യമത്തിലൂടെ അല്ലെ ചാനലുകളിലൂടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള കേസ്. അതുകൊണ്ട് തന്നെ ഇതൊരു പണിഷബിൾ ഒഫൻസ് ആണ്. പക്ഷേ അതിന് ഈ പറഞ്ഞതുപോലെ ജാമ്യമില്ലാത്ത വകുപ്പിൽ പെടുത്താനുള്ള ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് പോലീസ് നിരീക്ഷണം. അതുകൊണ്ട് മാത്രമല്ല, ഇതിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. നിയമോപദേശത്തിന് മറുപടി കിട്ടിയ ശേഷം ഇതിൽ എന്തെങ്കിലും മുൻകൂർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇതൊരു നോട്ടീസ് നൽകി അവസാനിപ്പിക്കാവുന്ന പരാതി മാത്രമാണ് ഹണി റോസിന് രാഹുൽ ഈശ്വറിനെതിരെയുള്ള പരാതി എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിരീക്ഷണം. മാത്രമല്ല, നിയമോപദേശം കിട്ടിയ ശേഷം മാത്രമേ ഇതിൽ മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൂ എന്നുള്ള കാര്യം. മാത്രമല്ല, രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിന് അതായത് നീക്കമുണ്ട് അല്ലെങ്കിൽ അറസ്റ്റിനുള്ള സാധ്യത മുന്നിൽ കണ്ട് മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനാണ് മാറ്റിയിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യം, അതായത് ജാമ്യമില്ലാത്ത കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴാണ് സാധാരണയായി മുൻകൂർ ജാമ്യം നൽകുകയോ മുൻകൂർ ജാമ്യം തേടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സാഹചര്യം നിലവിൽ എന്തായാലും രാഹുൽ ഈശ്വറിന് ഇല്ല എന്ന് തന്നെയാണ് പോലീസ് നിലപാട്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ മുന്നോട്ട് പോകേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ടോം, ആജ്ഞ, ഇവിടെ ഈ കേസിൽ പോലീസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയ കാര്യമുണ്ടായിരുന്നു. ഈ ഹണി റോസിനെതിരെ മോശമായ രീതിയിൽ കമന്റ് ഇടുകയോ മറ്റോ ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്കറിയാം. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് മാറ്റി നിർത്തിയാൽ ഏറ്റവും ആദ്യം ഒരു കൊച്ചി സ്വദേശിക്കെതിരെ പോലീസ് കേസെടുക്കുന്നു, പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു, അയാളെ ജാമ്യത്തിൽ വിടുന്നു. അതിനപ്പുറം ഹണി റോസിനെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ അധിക്ഷേപിച്ചവർക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ലല്ലോ. കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങിയിട്ടില്ല. ഇവിടെയാണ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളടക്കം ഹണി റോസിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. എന്തുകൊണ്ടാണ് പോലീസ് അത്തരമൊരു നടപടികളിലേക്ക് കടക്കാത്തത്? ഈ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ടായിട്ട് പോലും, അവരുടെ പരാതി ഉണ്ടായിട്ട് പോലും അത്തരം നടപടി പോലീസ് സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ടോം, ഈ കുമ്പള സ്വദേശി ഷാജി എന്ന ആളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. അക്കാര്യത്തിലും പോലീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് ഷാജിക്കെതിരായ കുറ്റം. അങ്ങനെ നടത്തിയിട്ടുള്ള 20 പേരെ അന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞതാണ്. പക്ഷേ ടോം പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഈ ബാക്കിയുള്ള 20 പേരെ അവരുടെ ലൊക്കേഷൻ, അതായത് പല ആളുകളും വ്യാജ ഐഡി ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കമന്റുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതേസമയം ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് നീങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തങ്ങളുടെ വ്യാജ ഐഡി മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു സാഹചര്യം, അത് ആ സമയത്ത് പോലീസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നെങ്കിൽ പോലും ലൊക്കേഷൻ ഉപയോഗിച്ച് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നൊരു സാഹചര്യത്തിലേക്ക് വന്ന ശേഷമാണ് ഈ 20 പേരെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ 20 പേരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലീസ് എത്തിയത്. അതിനുശേഷം ഈ ഹണി റോസിന്റെ കേസിൽ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ അതിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത്തരത്തിലുള്ള മോശം കോമന്റുകൾ വരുന്ന കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ സൈബർ പോലീസുകാർ ഉൾപ്പെടെയുള്ള സംഘം, അതായത് ACP ജയകുമാർ
അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും 3 വനിതാ പോലീസുകാരുൾപ്പെടെ 10 പേരടങ്ങിയ അന്വേഷണ സംഘത്തിൽ ബാക്കിയുള്ള ആളുകളൊക്കെ സൈബർ പോലീസ് വിങ്ങായിരുന്നു, സൈബർ പോലീസിൽ നിന്നുള്ള വിങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു ഇങ്ങനെ സൈബർ പോലീസുകാരെ ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ 20 പേർക്കെതിരെയുള്ള നടപടിയുടെ കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്കും അല്ലെങ്കിൽ ഒരു തുടർ നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല ഷാജിയുടെ കാര്യത്തിൽ പോലും ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ വളരെ ലാഘവത്തോടെയാണ് പോലീസ് കാര്യത്തിൽ പറയുന്നത്. കാരണം ഇദ്ദേഹം ദൂരത്തിരുന്ന് ഇവരെ സ്പർശിക്കാതെ നടത്തിയ ഒരു അധിക്ഷേപമാണ്. അത് ജാമ്യമില്ലാത്ത വകുപ്പിൽ പെടുന്നില്ല. അതുകൊണ്ടാണ് ഷാജിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം ബോബി ചെമ്മണ്ണൂർ അങ്ങനെയല്ല. ബോബി ചെമ്മണ്ണൂർ അവരെ സ്പർശിക്കുകയും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കുകയും അത് അവരുടെ നേരെ ലൈംഗിക അധിക്ഷേപം നിരന്തരം നടത്തുകയും, അതായത് അവരെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് നിരന്തരം ലൈംഗിക അധിക്ഷേപം നടത്തുകയും ചെയ്യുന്ന ഒരു നീക്കമാണ് ബോബി ചെമ്മണ്ണൂർ, അല്ലെങ്കിൽ ഒരു മൂവാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത്തരം കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ബോബി ചെമ്മണ്ണൂർ ചെയ്ത കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത 75 വകുപ്പിൽ പ്രകാരമുള്ള 1-4 ഇത് രണ്ടും ജാമ്യമില്ലാത്ത വ്യവസ്ഥകൾ നിഷ്കർഷിക്കുന്നതാണ് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. അതേസമയം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുള്ള കമന്റ് എന്ന് പറയുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പല്ല, ജാമ്യം ലഭിക്കുന്ന വകുപ്പ് തന്നെയാണ്. പക്ഷേ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന നടപടിയിലേക്കാണ് അത് പോവുക. അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുന്ന പോലീസ് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് തീർച്ചയായും അതേ രീതിയിലുള്ള, അതായത് ആദ്യം സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്ന കേസുകളിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണുള്ളത്. ഇവിടെ ഇത്തരമൊരു സാഹചര്യം തന്നെയാണ് രാഹുൽ ഈശ്വറിനെതിരെയുള്ള പരാതിയിലുമുള്ളത്. കാരണം ഹണിറോസിന്റെ പരാതിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും പോകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് കാരണം ഇപ്പോൾ താങ്കളാണ്, രാഹുൽ ഈശ്വറാണ് എന്ന് ഹണിറോസ് വളരെ വ്യക്തമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഒരു വ്യവസായ പ്രമുഖനെ അറസ്റ്റ് ചെയ്തു എന്ന് കൊട്ടിഘോഷിച്ചു. പക്ഷെ അതിനുശേഷം എന്ത് നടപടി സ്വീകരിച്ചു? പോലീസ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിച്ചപ്പോഴും ചൂണ്ടിക്കാണിച്ച കാര്യം, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹ മാധ്യമങ്ങളടക്കം സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപം നടത്തുന്നവർക്ക് ഒരു കൂടുതൽ ഒരു ധൈര്യം പകരുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കും എന്നുകൂടി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചാണ്, പോലീസ് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ എന്ത് നടപടി സ്വീകരിച്ചു എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. കാരണം രാഹുൽ ഈശ്വറിനെതിരെ നടപടിയില്ല, ഹണി റോസിനെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പല രീതിയിൽ ആക്ഷേപിക്കുന്നവരുണ്ട്, അവർക്കെതിരെയും നടപടിയില്ല. നേരത്തെ പോലീസ് എടുത്ത, അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് തൊട്ട് മുൻപാണ് 30-ലധികം പേർക്കെതിരെ കേസെടുത്തത്. അതിനപ്പുറം എന്ത് നടപടിയാണ് പോലീസ് ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്? ടോം സൂചിപ്പിച്ച ഒരു കാര്യം പ്രധാനമാണ്. കാരണം ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ നാളെ കോടതി ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെ ജാമ്യം തള്ളി, അതായത് മജിസ്ട്രേറ്റ് കോടതി മുതൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം തള്ളിയ സാഹചര്യം കണക്കിലെടുത്ത് അതിലേക്ക് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മധ്യത്തിൽ സ്ത്രീകളെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന ഒരാൾക്ക്, ഇത്തരത്തിൽ നിരന്തരം അധിക്ഷേപിക്കുന്ന ഒരാൾക്ക് ജാമ്യം നൽകുക, അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം നൽകുക എന്ന് പറയുന്നത് സമൂഹത്തിന് നൽകുന്ന ഒരു മോശം മെസ്സേജാണ് എന്ന് തന്നെ ആയിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അത് മാത്രമായിരുന്നില്ല, ഇത്തരം നിയമ നടപടികൾ നേരിടുമ്പോഴും കോടതിക്ക് മുൻപാകെ അതായത് ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തി, ലൈംഗിക അതിക്രമം നടത്തി തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തപ്പെട്ട് കോടതിക്ക് മുൻപാകെ അല്ലെങ്കിൽ പോലീസിന് മുൻപാകെ നിൽക്കുന്ന ഒരാൾ നടത്തിയ അല്ലെങ്കിൽ അയാൾ പ്രകടിപ്പിച്ച അയാളുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ അങ്ങേയറ്റം മോശമായിരുന്നു എന്നുള്ള ഒരു കാര്യം റെക്കോർഡിക്കലായി തന്നെയുണ്ട്. അത് കോടതിയുടെ മുൻപാകെ ബോബി ചെമ്മണ്ണൂർ അത്തരത്തിൽ തന്നെയാണ് പ്രകടിപ്പിച്ചത്. കാരണം താൻ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തെങ്കിൽ തനിക്കിതിൽ കുറ്റബോധമില്ല എന്ന് നിരന്തരം ആവർത്തിച്ച് പറയുകയും ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ചെയ്തത് തെറ്റാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ടും കൂടി അത്തരം കാര്യങ്ങൾ കൂടി, അതായത് പ്രതിയുടെ ബോഡി ലാംഗ്വേജ്, അതല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് കൂടിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം അത് വീണ്ടും നാളെ പരിഗണിക്കാനിരിക്കുമ്പോഴും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ ജാമ്യ ഹർജി അടിയന്തരമായി ഓൺലൈനായി സബ്മിറ്റ് ചെയ്തപ്പോഴും
ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: എന്താണ് ഇതിൽ ഇത്ര അത്യാവശ്യം എന്താണ്, അല്ലെങ്കിൽ ഇത്ര അടിയന്തര പ്രാധാന്യം എന്താണ് ഈ കേസിനുള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, ഇതൊരു സാധാരണക്കാരന്റെ കേസാണ്. സാധാരണക്കാർക്ക് കൊടുക്കുന്ന പരിഗണന, ആ സാധാരണക്കാർക്ക് കൊടുക്കുന്ന പരിഗണന മാത്രമേ ഈ കേസിൽ, അത് ഒരു സ്ത്രീക്കെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തപ്പെട്ട കേസുകൾ, ബോബി ചെമ്മണ്ണൂരിനെ അത്തരത്തിൽ കൺസിഡർ ചെയ്യുന്ന ഒരു പ്രതിക്ക് നൽകുന്ന പരിഗണനകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ, അത് മാത്രമേ നൽകാവൂ എന്ന് സർക്കാരും പോലീസും ഒക്കെ കൃത്യമായി അതിനകത്തൊരു വീക്ഷണമുണ്ട്. ആ വീക്ഷണത്തിലാണ് മാർക്കിടേണ്ടത് എന്ന് വേണം പറയാൻ. കാരണം ഇത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നൊരു മെസ്സേജ് കോടതി നൽകുന്നുണ്ട്, കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊരു പക്ഷേ നാളെ വരുന്ന വിധിയിലും അത്തരം കോടതി വ്യക്തമാക്കിയ കാര്യമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അവിടെ ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേക പരിഗണന നൽകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് തിടുക്കപ്പെട്ട് ഈ കേസ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക.